നമസ്കാരം. മലയാള സാഹിത്യത്തിലെ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു മനുഷ്യൻ. നിങ്ങൾക്ക് വ്യക്തമായ കാര്യപരിപാടി ഒന്നുമില്ല. ദൂരദേശങ്ങളിൽ അലയുകയാണ്. കയ്യിൽ കാശില്ല. ഭാഷ അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയും സംസാരിക്കാൻ അറിയാം. എന്നാൽ ഇത് രണ്ടും മനസ്സിലാക്കാൻ കഴിവുള്ളവർ അവിടെ നന്നേ കുറവാണ്. അപ്പോൾ നിങ്ങൾ പല അപകടത്തിലും ചാടും. പല സാഹസിക പ്രവൃത്തികളും ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒരാപത്തിൽ അകപ്പെട്ടു. അതിൽ നിന്ന് അപരിചിതനായ ഒരു മനുഷ്യൻ നിങ്ങളെ രക്ഷിച്ചു. കാലം വളരെ കഴിഞ്ഞുപോയെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ മനുഷ്യനെ നിങ്ങൾ ഓർക്കും. അയാൾ എന്തിനങ്ങനെ ചെയ്തു? ഈ ഓർക്കുന്ന നിങ്ങൾ ഞാനാണെന്ന് വിചാരിച്ചേക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യവർഗത്തെപ്പറ്റി ഏതാണ്ട് അവ്യക്തമായ ഒരറിവെനിക്കുണ്ട്. എൻ്റെ ചുറ്റുമുള്ളവരിൽ നല്ലവരുണ്ട്, മഹാക്രൂരന്മാരും കള്ളന്മാരുമുണ്ട്, സാംക്രമിക രോഗമുള്ളവരുണ്ട്, ഭ്രാന്തന്മാരുണ്ട്. പൊതുവിൽ എപ്പോഴും നല്ല ജാഗ്രതയോടെ ജീവിക്കണം. തിന്മയാണ് ഈ ലോകത്തിൽ അധികവും. എന്നാൽ ഇത് നമ്മൾ മറന്നുപോകും. അപകടം പറ്റി കഴിയുമ്പോഴാണ് നമുക്ക് ബോധമുണ്ടാവുക. ഞാൻ വളരെ വളരെ പഴയ കൗതുകമുള്ള നിസ്സാര സംഭവം ഇവിടെ പറയാം. ഇവിടെ നിന്ന് ഏതാണ്ട് 1500-2500 മൈൽ ദൂരെ പർവ്വതനിരകളുടെ താഴ്വരയിലുള്ള ഒരു വലിയ നഗരം. അവിടെയുള്ളവർ പണ്ടുകാലം മുതൽക്കേ ദയയ്ക്ക് അത്ര പേരുകേട്ടവരല്ല. ക്രൂരതയുള്ളവരാണ്. കൊലപാതകം, കൂട്ടക്കവർച്ച, പോക്കറ്റടി ഇതെല്ലാം നിത്യസംഭവങ്ങളാണ്. പരമ്പരയായി അവിടെയുള്ളവർ പട്ടാളക്കാരാണ്. ബാക്കിയുള്ളവർ ദൂരെ പുറം രാജ്യങ്ങളിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരായും മില്ലുകൾ, വലിയ ഓഫീസുകൾ, ബാങ്കുകൾ മുതലായവയുടെ ഗേറ്റ് കീപ്പർമാരായും കഴിയുന്നു. പണം അവിടെയും വലിയ കാര്യമാണ്. അതിനുവേണ്ടി എന്തും ചെയ്യും. ആരെയും കൊല്ലും. ഞാൻ അവിടെ ഒരു വൃത്തികെട്ട തെരുവിൽ വളരെ വൃത്തികെട്ടതും വളരെ ചെറുതുമായ ഒരു മുറിയിൽ താമസിക്കുകയാണ്. ഉദ്യോഗമുണ്ട്. രാത്രി 9:30 മണി മുതൽ 11 മണി വരെ കുറേ വിദേശികളായ തൊഴിലാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അഡ്രസ്സ് എഴുതാൻ മാത്രമാണ്. ഈ അഡ്രസ്സ് എഴുതാൻ പഠിക്കലും അവിടെ ഒരു വലിയ വിദ്യാഭ്യാസമാണ്. പോസ്റ്റ് ഓഫീസുകളിൽ ഈ അഡ്രസ്സ് എഴുത്തുകാരെ കാണാം. അവർക്ക് ഒരഡ്രസ്സിന് 1/4 രൂപ മുതൽ 1/2 രൂപ വരെ ഫീസാണ്. അതിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടി വന്നാൽ വല്ലതും ചുളുവിൽ സമ്പാദിക്കാനുമാണ് ഈ അഡ്രസ്സ് വിദ്യാഭ്യാസം. ആ കാലത്ത് ഞാൻ പകൽ 4 മണിക്കേ ഉണരൂ. ഇത് വേറെ ചിലതു ലാഭിക്കാനാണ്. കാലത്തെ ചായ, ഉച്ചയ്ക്ക് ഊണ്. അങ്ങനെ പതിവ് പോലെ ഞാൻ 4 മണിക്കുണർന്നു. ദിനകൃത്യങ്ങളെല്ലാം ചെയ്ത് ഊണും ചായയും കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്കിറങ്ങി. ഇറക്കം ഫുൾ സൂട്ടിലാണെന്ന് വിചാരിക്കണം. എൻ്റെ കോട്ട് പോക്കറ്റിൽ ഒരു പേഴ്സുണ്ട്. അതിൽ 14 രൂപയുമുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിലെ ആകെ സ്വത്ത്. ഞാൻ ജനക്കൂട്ടത്തിനിടയിലൂടെ തിക്കി തിരക്കി ഒരു ഹോട്ടലിൽ കയറി. ഊണ് എന്ന് പറഞ്ഞാൽ വയറു നിറയെ ചപ്പാത്തിയും ഇറച്ചിയും തിന്നു. ഒരു ചായയും കുടിച്ചു. ആകെ ഏതാണ്ട് 3/4 രൂപയോളമായി ബില്ല്. കാലം അതാണെന്ന് ഓർക്കണം. ഞാൻ അത് കൊടുക്കാനായി കോട്ട് പോക്കറ്റിൽ കൈയിട്ടു. ഞാൻ ആകെ വിയർത്തു. വയറ്റിൽ ചെന്നതെല്ലാം ദഹിച്ചുപോയി. എന്താണെന്ന് വെച്ചാൽ കോട്ട് പോക്കറ്റിൽ പേഴ്സില്ല. ഞാൻ വിഷമത്തോടെ പറഞ്ഞു, എൻ്റെ പേഴ്സ് ആരോ പോക്കറ്റടിച്ചു. വളരെ ബഹളമുള്ള ഹോട്ടലാണ്. ഹോട്ടൽക്കാരൻ എല്ലാവരെയും ഞെട്ടിക്കത്തക്ക സ്വരത്തിൽ ഒന്ന് ചിരിച്ചു. എന്നിട്ട് എൻ്റെ കോട്ടിൽ നെഞ്ചത്തായി പിടിച്ച് എന്നെ ഒന്ന് കുലുക്കിയിട്ട് പറഞ്ഞു, ഇതിവിടെ ചെലവാക്കാൻ ഉദ്ദേശിക്കല്ലേ, പണം വെച്ചിട്ട് പോ. നിന്റെ കണ്ണു ഞാൻ ചുരന്നെടുക്കും അല്ലെങ്കിൽ. ഞാൻ സദസ്സിലേക്ക് നോക്കി. ദയയുള്ള ഒരു മുഖവും ഞാൻ കണ്ടില്ല. വിശന്ന ചെന്നായ്ക്കളെ പോലെയുള്ള നോട്ടം.
കണ്ണു ചുരന്നെടുക്കുമെന്ന് പറഞ്ഞാൽ കണ്ണു ചുരന്നെടുക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ കോട്ട് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി പണം കൊണ്ടുവരാം. ഹോട്ടൽക്കാരൻ വീണ്ടും ചിരിച്ചു. എന്നോട് കോട്ടൂരാൻ പറഞ്ഞു. ഞാൻ കോട്ടൂരി. ഷർട്ടും ഊരാൻ പറഞ്ഞു. ഞാൻ ഷർട്ടൂരി. ഷൂസ് രണ്ടും അഴിച്ചു വെക്കാൻ പറഞ്ഞു. ഞാൻ ഷൂസ് രണ്ടും അഴിച്ചു വെച്ചു. ഒടുവിൽ ട്രൗസർ അഴിക്കാൻ പറഞ്ഞു. അങ്ങനെ പരിപൂർണ നഗ്നനാക്കി കണ്ണുകൾ ചുരന്നെടുത്ത് വെളിയിലയക്കാനാണ് തീരുമാനം. ഞാൻ പറഞ്ഞു, അടിയിലൊന്നുമില്ല. എല്ലാവരും ചിരിച്ചു. ഹോട്ടൽക്കാരൻ പറഞ്ഞു, എനിക്ക് സംശയമാണ്, അടിയിൽ എന്തെങ്കിലും കാണും. ഒരു 50 പേർ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു, അടിയിൽ എന്തെങ്കിലും കാണും. എൻ്റെ കൈകൾ അനങ്ങുന്നില്ല. ഞാൻ ഭാവനയിൽ കണ്ടു, 2 കണ്ണുമില്ലാത്ത നഗ്നനായ ഒരുവൻ ആൾബഹളത്തിനിടയിൽ തെരുവിൽ നിൽക്കുന്നു. അങ്ങനെ ജീവിതം അവസാനിക്കുകയാണ്. അവസാനിക്കട്ടെ. ഈ സംഭവത്തിന് പോട്ടെ. ലോകങ്ങളുടെ സൃഷ്ടാവേ, എൻ്റെ ദൈവമേ, ഒന്നും പറയാനില്ല. സംഭവം ശുഭം. എല്ലാം ശുഭം. മംഗളം. ഞാൻ ട്രൗസറിൻ്റെ ബട്ടൺ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഘനത്തോടെയുള്ളൊരു ശബ്ദം കേട്ടു. നിൽക്കൂ, ഞാൻ പണം തരാം. എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി. ചുവന്ന തലപ്പാവും കറുത്ത കോട്ടും വെള്ള കാൽച്ചരായികളുമുള്ള ഒരു വെളുത്ത 6 അടി പൊക്കക്കാരൻ, കൊമ്പൻ മീശയും നീലക്കണ്ണുകളും. ഈ നീലക്കണ്ണുകൾ അവിടെ സാധാരണമാണ്. അയാൾ മുന്നോട്ട് വന്ന് ഹോട്ടൽക്കാരനോട് ചോദിച്ചു, എത്രയുണ്ടെന്നാ പറയുന്നത്? 3/4 രൂപയോളം. അത് അയാൾ കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എല്ലാം ധരിക്കൂ. ഞാൻ ധരിച്ചു. വരൂ. അയാൾ എന്നെ വിളിച്ചു. ഞാൻ കൂടെ പോയി. എൻ്റെ നന്ദി അറിയിക്കാൻ വാക്കുകളുണ്ടോ? ഞാൻ പറഞ്ഞു, അങ്ങ് ചെയ്തത് വലിയൊരു കാര്യമാണ്. ഇത്ര ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അയാൾ ചിരിച്ചു. പേരെന്താ? അയാൾ ചോദിച്ചു. ഞാൻ പേര്, നാട് ഇതൊക്കെ പറഞ്ഞു. ഞാൻ ആ മനുഷ്യൻ്റെ പേര് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പേരില്ല. ഞാൻ പറഞ്ഞു, എങ്കിൽ ദയവ് എന്നായിരിക്കും പേര്. അയാൾ ചിരിച്ചില്ല. ഞങ്ങൾ അങ്ങനെ നടന്നു. നടന്ന് വിജനമായ ഒരു പാലത്തിൽ ചെന്നു ചേർന്നു. അയാൾ ചുറ്റും നോക്കി. മറ്റാരും അടുത്തൊന്നുമില്ല. അയാൾ പറഞ്ഞു, നോക്ക്, തിരിഞ്ഞു നോക്കാതെ പോകണം. എന്നെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ലെന്ന് തന്നെ പറയണം. എനിക്കു കാര്യം മനസ്സിലായി. അയാൾ 2-3 പോക്കറ്റുകളിൽ നിന്ന് 5 പേഴ്സുകൾ എടുത്തു. 5. കൂട്ടത്തിൽ എൻ്റേതും. ഇതിലേതാണ് നിങ്ങളുടേത്? എൻ്റേതും ഞാൻ തൊട്ടു കാണിച്ചു. തുറന്നു നോക്കൂ. ഞാൻ തുറന്നു നോക്കി. പണമെല്ലാം ഭദ്രമായി അതിലുണ്ട്. ഞാനത് എൻ്റെ പോക്കറ്റിലിട്ടു. അയാൾ എന്നോട് പറഞ്ഞു, പോ, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ഞാനും പറഞ്ഞു, ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ. മംഗളം.